കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ഒരു കാര്യമാണ് സ്ത്രീകൾക്കുള്ള KSRTC ബസ്സിലെ സൗജന്യ യാത്ര. അത് ഓർഡിനറി ബസ്സിൽ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനെ എതിർക്കാനായിട്ട് ചില ആളുകൾ പറയുന്ന ഒരു ന്യായീകരണമാണ് 80,000 രൂപ സാലറി വാങ്ങുന്ന അധ്യാപകരും ഈ ബെനിഫിറ്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. 80,000 രൂപ സാലറി വാങ്ങുന്ന അധ്യാപകർ മാത്രമാണോ ഈ ബെനിഫിറ്റ് യൂസ് ചെയ്യുന്നത്? ഈ 80,000 രൂപ വാങ്ങുന്ന അധ്യാപകർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിനികളോ? അധ്യാപകരുടെ എണ്ണമാണോ വിദ്യാർത്ഥിനികളുടെ എണ്ണമാണോ കൂടുതൽ? അതുപോലെ തന്നെ പ്രായമായ എത്ര അമ്മമാര്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട്. തുച്ഛമായ സാലറിയിൽ നിന്നാണ് അവർ ജീവിച്ചു പോകുന്നത്. അതിൽ നിന്നും ഈ ഒരു യാത്രാ ചെലവ് കുറഞ്ഞു കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. പിന്നെ ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് മാത്രമല്ല ബെനിഫിറ്റ് ആയിട്ടുള്ളത്. കാരണം നമ്മുടെ നാട്ടില് എത്ര ഇൻഡിപെൻഡൻസിയും ഇക്വാളിറ്റി ഒക്കെ പറഞ്ഞാലും ഒരു 80% പെൺകുട്ടികൾക്കും ഒരു 20-22 വയസ്സ് വരെയും അവരുടെ ചെലവുകൾക്കുള്ള പൈസ കൊടുക്കുന്നത് അച്ഛന്മാരായിരിക്കും. ഓർഡിനറി ബസ്സിൽ ഫ്രീ യാത്ര കൊടുക്കുന്നതോടുകൂടി ആ ഒരു ചെലവ് ഈ അച്ഛന്മാർക്ക് ഒഴിവായി കിട്ടും. പാർട്ടിയും ആശയങ്ങളും ഒക്കെ വേറെ ആയിരിക്കാം. പക്ഷെ ഒരു സർക്കാർ വന്ന് നല്ലൊരു കാര്യത്തിന് മുൻകൈ എടുക്കുമ്പോൾ പാർട്ടി നോക്കാതെ നല്ലതിനെ നല്ലതെന്ന് പറയാൻ നമ്മളൊക്കെ ഇനി എന്നാണാവോ പഠിക്കുന്നത്?